അവിടെ അമ്മയും അനിയത്തിയൊക്കെ അവിടെ ഇത് പറിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ, കാവത്ത് പറിക്കാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ ഇവിടെ പൂവുണ്ടാക്കണ തിരക്കിലായിരുന്നു കേട്ടോ. ഇന്നലെ പറിക്കാൻ വേണ്ടി മറന്നു ഞങ്ങൾ. പിന്നെ ഏതായാലും അനിയത്തിക്ക് കൊതിയായിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അമ്മ അത് പോയി പറിച്ചു. പുഴുക്കുണ്ടാക്കാം അല്ലെങ്കിൽ കറി ഉണ്ടാക്കാമല്ലോ. ഒന്നിപ്പം ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കണമെങ്കിൽ അതുകൊണ്ട് ചായ അതാ പഴം അതാ നമ്മുടെ കുട്ടിക്ക് അതാ കഴിച്ചോട്ടോ. കൊണ്ടുപോ. നേരത്തെ കടല കളഞ്ഞ പോലെ അത് കളയരുത് കേട്ടോ. ആ ആ കഴിച്ചോ. അരിയിട്ടിട്ട് ഗ്യാസിൽ ഉണ്ടാക്കാൻ വെച്ചിട്ടാ ഞാൻ. ഇനി ഇത് കഴുകിയിട്ടേ ഗ്യാസിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. അത് കൂട്ടാൻ വെക്കാം അല്ലേ കാവത്ത്? എന്തായി? ആ ഇത് പഠിച്ചല്ലേ. കഴിഞ്ഞാലും പറിച്ചില്ലേ അമ്മ? ആ ശരി തന്നെ. ഇത് വെള്ളക്കാവത്താലേ ചോന്നതോ? ആ പുഴുങ്ങി തിന്നളാ. അവൾക്ക് വേണം പറയണേ. കാവത്ത് ചെറുത് ചുമന്നത് കിട്ടോ. അവള് തിന്നോട്ടേലേ. അങ്ങനെ ഒരു കൊതിയാണെങ്കിൽ അവള് തിന്നോട്ടെ. അല്ല ഇനിയുണ്ടോ അതില്? ഇനിയുണ്ടോ? ആ കല്ലിന്റെ അടിയിൽ കൂടെ പോയിട്ടുണ്ടാവേ. ഏതൊക്കെ വെട്ടണ്ട പറഞ്ഞു? നിങ്ങൾക്ക് ഏതാ വേണ്ടച്ച വെട്ടിയമ്മ? അത് തന്നെ ചുമപ്പ് കിട്ടിയതേ. അതോ ഇവിടുന്നോ? അവിടെ ഉണ്ടല്ലേ. ആ അത് അതിന്റെ നാരങ്ങ ചെടിയുടെ ഉള്ളിൽ കൂടെ പോയിട്ടേ വേരിന്റെ ഇടയിൽ കൂടെ പോയിട്ട് അത് വലുതായിട്ട്. ആ കല്ലും അതിയനെയൊക്കെ. മണ്ണിന്റെ അടിയിലായിരുന്നു. മണ്ണിന്റെ അടിയത്താണ് വേണ്ടത്. മേലത്തെ വേവില്ലല്ലോ. അങ്ങനെ ഉണ്ടാവും. രണ്ടെണ്ണം കൊണ്ടുവയ്ക്കോ. മൂന്നെണ്ണം ഉണ്ട്. ഇതെന്തിനാ? ഇത് കുഴിച്ചിടാനേ. ഇത് ഉള്ളു മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാണേ. ഇവിടെ വെട്ടിട്ടേ അത്രയൊക്കെ വേണം അമ്മ വെട്ടണം. അത്രയൊക്കെ വേണം. ഇങ്ങനെ മൂട് കിട്ടിട്ടെന്താ കാര്യം? ആ ചുമന്നതിന്റെ കുഴിച്ചിട്ടമ്മ അത് നല്ല രസമുണ്ടല്ലേടി. ചുമന്നതേ നല്ല രസമുണ്ട് അറിയ. അതിന്റെ മൂക്കത് അവിടെ കൊണ്ടുവച്ചു തിണ്ടക്ക്. അത് ഇവിടെ ലൂസ് മണ്ണിൽ കുഴിച്ചിടാൻ പറയാ ഞാൻ. ഇത് എത്ര വെട്ടണം കേട്ടോ, എത്ര വെട്ടണം കേട്ടോ. ആണല്ലേ യാത്രന്റെ കാട്ടിട്ട് അത്ര വെട്ടണം. ഒക്കെ പുഴുങ്ങി തിന്നും. കൂട്ടാൻ വെച്ചേനൂലേ? കൂട്ടാൻ വെച്ചാൽ നല്ല രസമാണ്. കൂട്ടാൻ വെച്ചി ഒന്നായിട്ട് കുഴിച്ചിടാല്ലേ. ഇത് രണ്ടും കൂടി ഞങ്ങളോട് എന്തെങ്ങനെ ലൂസല്ലേ. ചെറുക്കല്ലോട് മണ്ണാണ് അത് ബലം വെക്കും. അതെന്താ അറിയോ? കിഴങ്ങ് വലിപ്പുണ്ടാവില്ല. കിഴങ്ങിന് ഓടാൻ പറ്റാണ്ടേ മണ്ണ് ലൂസില്ലാണ്ടല്ലേ. മണ്ണ് വെറും എവിടെ മഴ പെയ്താലും ചെറുക്കല്ല് വരും ഞങ്ങക്ക്. അതന്നെ പറയണേ. എത്ര കാലം നിങ്ങൾ ഇവിടുന്ന് കുഴിച്ചിട്ടാ അത് ഞാൻ അതിന്റെ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ ചോട്ടിന്ന് പഴിക്കില്ല. ആ മണ്ണിന്റെ ഇടയിന്നേ ഏതിന്റെ ഒന്ന് പഴക്കപ്പോണ്ട് പിന്നെയും പഴങ്ങാം. ആ അതാ പറയണത്. ഏതായാലും ഇഷ്ടം പോലെ ആയി തിരുവാതിരക്ക്. പുഴുങ്ങും ചെയ്യാ, കൂട്ടാൻ വെക്കും ചെയ്യാ. ഇന്നലെ നോക്കണ്ടായിരുന്നു. ഇന്നാലെ ഇന്ന് പുഴുങ്ങാൻ പറ്റണ്ട. സാരല്ല, ഇനിയിപ്പോ വൈകുന്നേരം 4 മണിക്ക് പുഴുങ്ങാലോ. അമ്മയ്ക്ക് വയ്യാതായില്ലേ. പിന്നെ പാരപ്പ ഈ ഞാന് കളക്കാന് പറഞ്ഞെങ്കിൽ എന്റെ മകള് സമ്മതിക്കോ? ഞാനെങ്കിടാ പൂവ് വെച്ചു. ഞാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? എന്നെ കാണാണ്ടായപ്പോഴോ അവിടെ കളിക്കാണ്. ഞാൻ ആട്ടി വിട്ടേ. ഞാൻ മണ്ണ് മാന്തി കളിക്കാണ്. പാവട്ടോ. പാവട്ടോ. അവിടെ പോയിട്ടുണ്ട്. കുട്ടീനാട്ടി കളിക്കുന്നുണ്ട്. അവിടെ കളിക്കട്ടെ വിചാരിച്ചിട്ടേ ഞാൻ കുറച്ചേരം എന്നാ വായ കഴുകിയിട്ടിനി. എന്തായി കഴിഞ്ഞില്ലേപ്പോ? കല്ല് ഒന്ന് കുഴിക്കുമ്പോ മറ്റൊന്നിനെ കാണുകയാണ്. പിന്നെ എങ്ങനെ എടുക്കാതെ ഇതെല്ലാം കൂടി പുഴക്കിട്ടോ അമ്മ. ഇനിയിപ്പൊ തിന്നാനും വേണ്ടേ ആള്?
അങ്ങനല്ലേ ഞങ്ങൾ കൊണ്ടുവന്നുണ്ടല്ലോ. വെക്കും. എന്തൊക്കെ കറി വെക്കും, അടുത്തുള്ള താത്താമാർക്ക് കൊടുക്കും. താത്താമാർ എന്ത് കിട്ടിയാലും കൊടുന്നു തരുന്ന താത്താമാരാണ്. അപ്പൊ കുഴപ്പമില്ല, അവർക്ക് കൊടുക്കും. അല്ല അപ്പൊ നമ്മള് കൊടുക്കണം. എന്ത് മേടിച്ചാലും ഒരു ഞങ്ങൾക്ക് ഉണ്ടാവും. എവിടെ നിക്ക് അമ്മ കാണിച്ച്. അത് വലുതാണല്ലോ. ഇത് വലുതാണ്. ഇത് എത്ര പഴക്കതിന്റെ പോയത് എന്നറിയോ? അതാ തുപ്പിക്കളയണു. കളയട്ടെ അങ്ങോട്ട്. അല്ല അപ്പൊ എന്താ കാട്ടുക? ഇത് എടുക്കുക ആദ്യം, എന്നിട്ട് ഏതെങ്കിലും ഒന്നിനെ പുഴക്കും. ആ കല്ലിന്റെ അടിയിലായിട്ടേ ആ കുട്ടീനെ പോയി കൊടുന്ന ദിവസേ എന്തിനാടി കളയിണ്? അല്ല കരയിണ്. ആ എന്തിനാ കളഞ്ഞ്? അല്ല നാരങ്ങക്കൊമ്പ് പൊട്ടിയോണ്ട് അതില് കായ ഉണ്ടായിരുന്നമ്മ. അല്ല അതുകൊണ്ട് ഇവിടെ വൃത്തിയായി അറിയാം. നമ്മളവിടെ നിന്നോട്ടെ. കാവത്തിന്റെ അതിന്റെ ഉള്ളിക്ക് നാരങ്ങ ചെടിയാണെങ്കിൽ അതിന്റെ ചോട്ടിലിട്ട ഈ മുള്ളും നിറച്ച് മുള്ളു. അമ്മ അതിന്നൊരു കൊമ്പ് വെട്ടി. പിന്നെ അവിടെ നിറച്ച് കല്ലൊക്കെ ഇട്ടിരിക്കട്ടോ. ആ കല്ലിന്റെ അടിയിൽ കൂടെ ഒക്കെ പോയിട്ടേ അതിനുള്ളിലാണ് കിഴങ്ങൊക്കെ കിടക്കണത്. അപ്പൊ അതിങ്ങോട്ട് കിട്ടാൻ നല്ല പ്രയാസം. അമ്മ ശ്രമിച്ചു നോക്കുന്നുണ്ട്. ഇവൾക്ക് വയ്ക്കും പോലെയൊക്കെ കുറെ കുത്തിയെടുത്തു കിട്ടോ വലിയനെത്തി. അത് അമ്മ ഇപ്പൊ മല്ലി കെട്ടുന്നത് ഒരെണ്ണാണല്ലേ, ഒരു മുരടാലേ. അത് കല്ലിന്റെ അടിയിൽ അവിടെ ഇട്ട് പോയതാണ്. കണ്ടോ അതിപ്പോ എങ്ങനെ അതിന്റെ അടിയിൽ ഇതിലായിരുന്നു ചുമപ്പ് കളറുള്ളത്. അധികം കുഴിയില്ലാത്ത കാരണേ, മണ്ണ് യൂസ് ഇല്ലാത്ത കാരണം അത് ഉണ്ടായിട്ടില്ല. ഇങ്ങോട്ട് വാ കുഞ്ഞാറ്റേ. പൊട്ടുകടല കളഞ്ഞൂലേ? എന്തിന്? വാ. ചേച്ചീനെ എറിഞ്ഞാണ്ടല്ലോ. ചേച്ചിയുടെ കണ്ണിന് മുറിയായിരിക്കണു. ഇതാണ്ടോ, ഇതാ ചേച്ചീനെ വന്ന അന്ന് തന്നെ എറിഞ്ഞിട്ടിതാ കല്ലുകൊണ്ട്. കണ്ണ് തട്ടാഞ്ഞ് ഭാഗ്യട്ടോ. കുഞ്ഞാറ്റ എറിഞ്ഞതാണിത്. കാണിക്ക് പോന്നിട്ടി. കണ്ടോ നീര് വെച്ചുക്കണോ അത് വീർത്തിട്ട്. എറിയരുതിട്ടീ. നല്ല അടി കൊടുത്തോ. പറഞ്ഞ കേൾക്കണില്ല. വില്ലത്തിയാണ് വില്ലത്തി. അതിന്ന് കിട്ടിയതപ്പോ അതിന്റെ ഒരു സൈഡിൽ അവർക്കൊക്കെ പണിക്കാർ വരുമ്പോ അവർക്കൊക്കെ കൊടുക്കുക പയ്യന്മാർക്ക്. എവിടേക്കാ മേഡം? ഇത് എവിടേക്കാ? കറി വെച്ച് കഴിക്കാൻ പൂതിയിട്ട് അവിടെ ഇവിടെ ഇല്ല അല്ലേ? അവിടെ ഉണ്ടായിരുന്നു. ആ താത്താര് പറിച്ചുണ്ട്. ഞാൻ വിളിക്കാൻ പോകുമ്പോ കണ്ടതാണ്. എവിടെ? കളിക്കുമ്പോഴോ? ഇപ്പൊ അവര് നിങ്ങക്ക് തരുമോ? നിങ്ങക്ക് പൂതി പറഞ്ഞിട്ട് നിങ്ങക്ക് നീരുവെള്ളം വന്നു പറഞ്ഞിട്ടേ അത് നിങ്ങക്ക് തരുമോ? അറിയില്ലായിരുന്നു. ഇവള് കണ്ടു പറഞ്ഞു. ഞങ്ങള് കണ്ടിട്ടില്ലെങ്കില് താത്താമാരുടെ അടുത്ത് പറയാന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു. അല്ല പറഞ്ഞാ തരില്ലേ അവര്? പറഞ്ഞാലേ തരും. അല്ലെങ്കിൽ തരുമോ ചെയ്യും. ചെറുതായിരിക്കും അവർക്ക്. അവര് തന്നെ കഴിക്കാൻ വീട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്നില്ലേ? നാരങ്ങയുടെ മുള്ളും കല്ലും എല്ലാം കൂടി ആയിട്ട് പറിക്കാനേ. ഇതാണ് ഗെയ്സ് ഒരു മൊരട്, വലിയ മൊരടാ. പക്ഷെ അത് അടിക്ക് പോയിട്ടേ അപ്പുറത്ത് അതാ പൊട്ടീനടാ കല്ലിന്റെ അടിയില്. എവിടേക്ക്? എങ്ങനെ കിട്ടി? എവിടെ? മതി ഇങ്ങോട്ട് പോരും. നീ ഇല്ലല്ലോ. നാരങ്ങടെ മരത്തിന്റെ ആകുമ്പോ ഇഷ്ടം പോലെയാണ്. പ്രത്യേകിച്ച് ഒരു വളം ഒന്നും ഇട്ട് കൊടുക്കണ്ട അല്ലേ? അതെന്താന്നറിയ നമ്മള് ചാരൊക്കെ അവിടെ കൊട്ടണോ? മണ്ണൊക്കെ ഉണ്ടെങ്കിൽ മണ്ണും ചപ്പൊക്കെ അവിടെ കൊണ്ടുപോയിട്ടിട്ടാണ്. അത് കാരണമാണ് ഇങ്ങനെ ഉണ്ടായത്. എറിയാണ് അവള് ചതയാൻ.
ഇല്ല, അവിടെയൊക്കെ നടാലോ കൊണ്ടുപോയാല്. വൈകുന്നേരം പുഴുക്കലല്ല, പുഴുങ്ങല്ലേ, വെറുതെ പുഴുങ്ങ. ഇത് ചുമന്നതാണല്ലോ അല്ലേ? മൂക്കോ? ചുമന്നതോ? അമ്മച്ചിരോടന്ന് കൊണ്ടുവന്നതാ? ആ ചേനയും പറിച്ചൂലേ അമ്മ? അതെന്താ വെന്തിക്ക് അമ്മ? അയ്യോ, വെള്ളമൊന്നും ശരിക്ക് ചെല്ലാണ്ടേ ഒരു ഭാഗം കിട്ടുമായിരിക്കൂലേ? അതാ മുട്ട വെയിലത്തല്ലേ. നമുക്ക് 4 മണിക്ക് ചായക്ക് കുഞ്ഞാറ്റതാ നിൽക്കണു കേട്ടോ മുടി കെട്ടാൻ. എവിടെ നോട്ടെ, കയ്യോട്ടെ. ഉണ്ടാവും, ആ ചുമന്നതിൻ്റെ ആയിരിക്കും അത്. അത് മതി തന്നെ, നമുക്ക് ധാരാളം, കുറച്ചല്ലേ കഴിക്കുള്ളൂ. ഞാൻ മോറിക്കൊണ്ട് ഇനി ആ പാത്രങ്ങളെ എന്നാൽ മരുന്ന് കഴിച്ചോ? അത് മണ്ണൊക്കെ ഇളകട്ടെ, അപ്പോഴത്തേനും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചേക്ക്. എൻ്റെ അമ്മയ്ക്ക് പല്ല് വേദനിക്കാണ്, ഗുളിക കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ പറയാം എന്നാൽ പല്ല് വേദനയ്ക്കുള്ള മരുന്ന് കഴിച്ചിട്ട് മതി പറയുകയാണേ. ഇപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ ചോറുണ്ട പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. ഇപ്പോൾ 4 മണിക്ക് കട്ടൻ ചായയും പിന്നെ പുഴുങ്ങും ചെയ്യാലോ, പുഴുക്കുണ്ടാക്കാലോ വെച്ചിട്ടേ കാവത്ത് നുറുക്കിയതാണ്. അപ്പോൾ അവൾ ചെത്തിയിട്ട് പിന്നെ അത് അടുപ്പത്ത് വയ്ക്കണം. അവൾ മരുന്ന് കഴിച്ചിട്ട് പറ്റിനി ഇപ്പം എന്തായാലും. അപ്പോഴത്തേനും കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ, അതൊക്കെ കഴുകട്ടെ. കാവത്തിന്റെ കടുപ്പത്ത് കയറിയിട്ടോ നോക്കുമ്പോ ആ വയലറ്റ് കാവത്തിന്റെ തിളച്ചപ്പോ വെള്ളം കൂടി വയലറ്റ് കളറ് കാണിച്ചു കൊടുക്കും കേട്ടോ. കണ്ടോ വയലറ്റ് കളറ് വെള്ളം. ചായയില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കഴുകി. ഇതുണ്ടോ, ഇതാണ് വാശി പിടിക്കുക. ഈ വാശി പിടിക്കണോണ്ട് ഒന്നും നടക്കണില്ലേക്ക്. തിരുവാതിരയൊക്കെ അപ്പൊ അങ്ങനെ ആയി. നമ്മുടെ തിരുവാതിരയൊക്കെ അടിപൊളിയായിട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ പറഞ്ഞു, ഉള്ളത് കൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച് തിരുവാതിര കൊണ്ടു അല്ലേ.